എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. വസന്തവേദിയിലേക്ക് എത്തുന്ന ഋതിക ചേച്ചി. വെൽക്കം ഋതിക ചേച്ചി ഓൺ സ്റ്റേജ്. ഹലോ. ഗോൾഡ് ആണോ മഞ്ഞയാണോ? കാണാൻ എന്ത് ചന്ത കുഞ്ഞിന്. എന്തായി കാര്യങ്ങളൊക്കെ? ഫിനാലെ തുടങ്ങി, സെമി ഫൈനൽസ്. അതിന്റെ തയ്യാറെടുപ്പ്. ഏത് പാട്ടാണ്, ആരാണ് അതിന്റെ മ്യൂസിക്? ഇന്ന് പാടാൻ പോകുന്ന ശിവമല്ലി പൂപ്പൊഴിക്കും. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, മ്യൂസിക് മോഹൻ സിത്താര സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം വിദ്യാധരൻ മാഷി. നന്നായിട്ട് പാടാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡാൻസസ് റെഡി അല്ലേ? ആക്ഷൻ, മ്യൂസിക്. ശിവഗാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ, ശിവമല്ലിപ്പൂ പൊഴിക്കും മാർഗഴിക്കാറ്റേ, ശിവഗാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ, വനമുല്ലയ്ക്കും വാർത്തുമ്പിക്കും ഈ മുത്തമിഴ് മുത്തുകൾ കൊത്തിയെടുക്കണ തത്തകൾ എത്തണ പൊങ്കലിനിക്കുറി ഇത്തിരി ഇത്തിരി മരതക മഴ വേണം വേണം. ശിവമല്ലിപ്പൂ പൊഴിക്കും മാർഗഴി
താങ്ക് യു. ഡാൻസ് സൂപ്പർ. വിറപ്പിച്ചത് എക്സലന്റ്. Dancers, costume. വെരി ഗുഡ്. ഡാൻസ് സൂപ്പർ. കോറസും അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. വെരി ഗുഡ്. ഋതിക, എന്തോ സർ? പാട്ട് രസമുണ്ടായിരുന്നു. ടോട്ടലി ഡാൻസേഴ്സും എല്ലാവരുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. മോള് പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. ചരണത്തിലെ 4 ലൈൻസ് ബ്യൂട്ടിഫുൾ. അതിനുശേഷം വന്ന വരികളും നന്നായിട്ട് പാടി. പക്ഷേ ഈ തുടക്കത്തിൽ ഈ മുത്തണി അവിടെ തൊട്ട് ഈ നോട്ട്സ് ഇല്ലേ കൃത്യം, ഇത് ഒരു എന്താ പറയുന്നത്, ടൈറ്റായിട്ട് പോണ ഒരു പാട്ടാണ്. പിന്നെ ഇത്രയും വരി ഓർത്ത് വയ്ക്കാൻ വലിയ പ്രയാസം. അതിൽ ഇത്ര ഓർത്ത് വെച്ചതിന് ഒരു വലിയ കേടിയായിരുന്നു. കാരണം ഓർത്ത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുത്തണി അതൊന്ന് പാടിക്കാതെ അതിന്റെ നോട്ട് നമുക്ക് കംപ്ലീറ്റ് കൈവിട്ടുപോയി. വനമുല്ലയ്ക്കും അവിടെ തന്നെ ഉണ്ട് വന സരി പാ സരി, വനമുല്ലയ്ക്കും വാർത്തുമ്പിക്കും അങ്ങനെ കുത്തരുത്. വാർതുമ്പി വാർത്തുമ്പിക്കും ഈ മുത്തമിഴ് മുത്തുകൾ കൊത്തിയെടുക്കണ തത്തകൾ എത്തണ പൊങ്കലിനിക്കുറി ഇത്തിരി ഇത്തിരി മരതക മഴ വീണം, ഇത്തിരി 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 മരതക മഴ വീണം വീണം. അത് നല്ല അടിച്ചു വരണം കേട്ടോ. അതുപോലെ മഞ്ഞൾ അരഞ്ഞ മുകൾ ചെരുവിൽ ആ പോർഷൻസ് ഇതുപോലെ ഇത്തിരി ഒരു ഇത് വന്നു. സെമിഫൈനലാണ്, വിട്ടുകൊടുക്കരുത് കേട്ടോ. ടോട്ടലി നല്ല രസമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡാൻസേഴ്സും എല്ലാം കൂടെ ഒരു നിറവുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നമ്മൾ പാടിയിട്ടുണ്ട്. കാര്യം കണ്ടമാനം പണ്ണം പറഞ്ഞ പോലെ കണ്ടമാനം വരികളുണ്ട്. അപ്പം എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ മോളുടെ അടുത്ത്. ഈ ശിവമല്ലി പൂ പൊഴിക്കും എന്നുള്ളത് ഒരേ ട്യൂൺ തന്നെയാണോ ആദ്യം തൊട്ട് അവസാനം വരെ? അത് പിന്നെ മോളെന്തിനാ ഇതിന് ഓട്ട് മാറ്റി പാടുന്നത്? പല സമയം വരുമ്പോ വേറെ ആണെന്നൊക്കെയാ പാടുന്നത്. അല്ല, അത് ലാസ്റ്റിലേക്ക് വേറെ, അതിന്റെ എൻഡിലേക്ക് വല്ല കുണുക്കുകളുണ്ട്. കുണുക്കുകൾ ഇവിടെ കുത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വെരി ലാസ്റ്റ് അല്ല മക്കളെ, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന എന്നുള്ളത് അതങ്ങനെയല്ലേ ഉള്ളൂ ട്യൂൺ. പക്ഷെ അത് മോള് വേറെ ആണെന്നൊക്കെയാ പാടി വെച്ചേക്കുന്നത്. മോള് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ അതിനൊരു കൺസിസ്റ്റൻസി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് പല്ലവി കറക്റ്റായിട്ട് മോള് പാടിയത് ചെറു കാറ്റ് കണക്ക് പറന്നതാണ്. അത് പറഞ്ഞാണ് വല്ലാത്ത പറഞ്ഞ് ഷാർപ്പായിപ്പോയി. ഇതൊക്കെ മക്കളെ ഞാൻ പറയുന്ന മോക്കത് മനസ്സിലാവുന്നുണ്ടോ? അല്ല ചുമ്മാ ഇങ്ങനെ മണ്ടത്തരായിട്ട് ഞാനിത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ എൻഡിങ് എന്തായിരുന്നു? ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്തില്ല. എന്തായിരുന്നു അത്? ശിവഗാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ. ഇതായിരുന്നു ഐറ്റം. ഓ, ഒരു ആശ്വാസമായി. ഞാനും അത് കേൾക്കാൻ ഒരു ഭാരമായിരുന്നു മനസ്സിൽ അത് കേൾക്കണ്ടേ. ഇതൊക്കെയാലും മോള് ഇതൊക്കെ വെച്ച് പാട്ടിട്ട് ഈ സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം മോളെ. വേറെ മാർഗമില്ല. ചക്കര കാണാനും കൊള്ളാം, മോള് പാടിട്ടുണ്ട്. പക്ഷേ ഇത് കുറേയും കൂടെ ബെറ്റർ ആക്കാം മോക്ക് ഈസി ആയിട്ട്. ഈ തെറ്റുകൾ ഈ ഒരു 2-3 അത് മൈനറാണെങ്കിലും അത് നമുക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഇപ്പോൾ സെമി ഫൈനൽസ് അല്ലേ, അതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പാടുക എന്നുള്ളത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. കുട്ടീസ്, എന്തോ സർ? ഈ പാട്ട് ആക്ച്വലി ചോയ്സ് ഓഫ് സോങ്ങിൽ എനിക്കൊരു സംശയമുണ്ട്. ഇത്ര ലിറിക്സ് ഓർത്ത് വെച്ച് പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടഫ് സോങ്. പക്ഷെ ആരെങ്കിലും പറഞ്ഞോ? മനസ്സിലായില്ലേ എന്റെ ചോദ്യം? അതാണ്. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ച പോലെ മനസ്സിലാണ്ടോ പറയണേ. അപ്പൊ നമ്മുടെ ചോയ്സ് ഓഫ് സോങ്ങിൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കി ഏറ്റവും നന്നായിട്ട് ബാങ് ഓൺ ചെയ്യാവുന്ന ഒരു പാട്ട് ചൂസ് ചെയ്യുക. ഇത് പാട്ടിന് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല മോളെ പറയണം, ബട്ട് ഇറ്റ് ഇസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. ഇത്രയും ലിറിക്സ് ഉള്ളപ്പോൾ അല്ലേ, കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് പോലെയും ചില സ്ഥലങ്ങളിലുണ്ട്. നമ്മളത് ചൂസ് ചെയ്യുന്നത് വെരി കെയർഫുൾ ആയിരിക്കണം. ഇനിയുള്ള ഓരോ പാട്ട് പാടുന്നതും യു ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ. ചൂസ് ചെയ്യുന്ന പാട്ട് വളരെ ശ്രദ്ധിച്ച്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായാലും നമ്മൾ പാടുന്നതിന് ഓഡിയൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്നുള്ള പാട്ട്. പക്ഷേ അതേസമയം ബാങ് ഓൺ ആകാവുന്ന, നമുക്ക് കൂടുതൽ നമ്മുടെ വോക്കൽ കേപ്പബിലിറ്റീസ് മാക്സിമം പ്രൊജക്റ്റ് ചെയ്യാവുന്ന ഒരു പാട്ട്, കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ടുള്ളൊരു പാട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ഡാൻസേഴ്സ് വന്നതും പെർഫോം ചെയ്തതും എല്ലാം, മോളുടെ കോസ്റ്റ്യൂം എവറിത്തിങ് വാസ് റിയലി നൈസ്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ? ഇത്തിരി ഓരോ ഈ 2 പല്ലവി, എല്ലാ പല്ലവീസിലും പൊങ്കലിനിക്കുറി ഇത്തിരി ഇത്തിരി മരതക മഴ വേണം. അവിടെ ആ നോട്ട് നീയിലോട്ടൊന്നും എത്തുന്നില്ല. നിഷാദം ഈസ് ദ പ്രോബ്ലം ഓഫ് ഇന്ത്യ കേട്ടോ. അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇനി ഓരോ പാട്ടും ബി വെരി കെയർഫുൾ കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. മോളോ, ഈ പാട്ടിന് ഒരു തകരാറുമില്ല. അക്ഷരങ്ങൾ കൂടുതലുണ്ട്. ആ കൂടുതൽ ഗിരീഷ് എഴുതിയതിൻ്റെ കാരണം അങ്ങനെ ട്യൂൺ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ്. ആ ട്യൂണിലേക്ക് വേണ്ടി എഴുതുമ്പോൾ തത്തക തിത്തക പത്തക പത്തെന്ന് എഴുതും. അങ്ങനെയാണ് ഇത്രയും നിറച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ആ ട്യൂണിന് എഴുതാൻ ഭയങ്കര പ്രയാസം സത്യത്തിൽ. ഗിരീഷ് പിന്നെ ഗംഭീരമായിട്ട് അതങ്ങനെ എഴുതി
എല്ലാം തികച്ചിരിക്കുക. അപ്പോൾ അത് നമ്മൾ പാടുമ്പോഴോ അത് നീതി പുലർത്താൻ ശ്രമിക്കണം. അതിനൊക്കെ ശ്രുതിയും ഓരോ ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പാടണം, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മഹാബോറായിരിക്കും. അപ്പം ശ്രുതി ചേർത്ത് എല്ലാ സംഗതികളും എങ്ങനെയാണോ പാടി വെച്ചിട്ടുള്ളത് അത് പെർഫെക്റ്റായിട്ട് പാടിയില്ലെങ്കിൽ പുറത്ത് കേൾക്കുമ്പോൾ മോശം. എത്ര കണ്ട് ഡാൻസേഴ്സോ സീൻ എത്ര കണ്ട് ആൾക്കാർ അണിനിരുന്നാലും ഈ കാര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരാൻ പാടില്ല. അത് വൃത്തിയായിട്ട് പാടാൻ ശ്രമിക്കുക. നല്ല ശാരീരമൊക്കെ ഉണ്ട്, നല്ല സുഖമായിട്ടുള്ള ശബ്ദം, കഴിവുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഇനിയുള്ള സമയത്തൊക്കെ ശ്രദ്ധിക്കുക, നന്നായി പാടാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ അടുത്ത പ്രാവശ്യം ഓക്കെ ഓ ഓടിക്കണം. ഓ ആടി ഒരു ശിവമല്ലിപ്പൂക്കുറ്റി. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ. സ്വരരാഗവേദിയിലേക്ക് എത്തുന്നു ഡ്യുവറ്റ് റൗണ്ടിൽ നമ്മുടെ ശ്രുതക്കുട്ടി. വെൽക്കം ശ്രുത വൈഷ്ണ ഓൺ സ്റ്റേജ്. ചേച്ചി മതി, എനിക്ക് താ. എനിക്ക് താ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ചേച്ചി എനിക്ക് താ. ഇപ്പൊ തരാടാ. അടുത്തതാ പാടാൻ പോണ്ടേ. ഞാൻ ഇപ്പൊ തരാം. ഇങ്ങോട്ട് താ. സിദ്ധക്കുട്ടി നിന്നെ കൊണ്ട് തോറ്റു. ഇതൊരു പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പൊ ഡുവറ്റ് റൗണ്ട് പാടാൻ പോവാണ്. സോ നമ്മള് ജസ്റ്റ് ഒന്ന് കുറച്ച് മേക്കപ്പ് ഇടാൻ നോക്കായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ടോപ്പ് സിംഗറിൽ വന്നു. ഞാനിപ്പോ ശ്രീതക്കുട്ടിയുടെ ഫസ്റ്റ് സെമി ഫൈനൽ ഡുവറ്റ് സോങ് പാടാൻ പോവാണ്. അപ്പൊ സെറ്റ് അല്ലേ? യെസ് യെസ്, റെഡി. ഹലോ ഹലോ, എന്തുകൊണ്ട് വിശേഷം? സുഖാണ്. നല്ല ഡ്രസ്, ബ്യൂട്ടിഫുൾ കളർ മോളെ. ബ്യൂട്ടിഫുൾ കളർ. മോളെ ഏത് പാട്ടാ പാടുന്നേ? ഞാന് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ്. ഡ്യുവറ്റ് റൗണ്ടില് അനന്യ ചേച്ചിയുടെ കൂടെ. നമ്മുടെ സീസൺ 1 അനന്യ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പറാ, നല്ല ആണോ? ക്യൂട്ടാ. ഒന്ന് കാണട്ടെ, ഒന്ന് വിളിച്ചേ. അനന്യ ചേച്ചി. ഹായ് മക്കളെ. എന്റെ അമ്മ, ഇത് എന്തൊരു ഹൈറ്റ് ആയത്! ഇപ്പൊ മീനൂട്ടിയുടെ അത്ര ഹൈറ്റ് ആയല്ലോ. എന്തുകൊണ്ട് വിശേഷം ബാംഗ്ലൂരൊക്കെ? സുഖം. ഭയങ്കര തണുപ്പാണ് ഇപ്പൊ ബാംഗ്ലൂരില്. എനിക്ക് വലിയ ഇഷ്ടം. തണുപ്പത്തൊക്കെ വൈകുന്നേരം ഒക്കെ ഇറങ്ങി നടന്നു പോയി നല്ല അല്ലേ ബെറോട്ടയും മട്ടൻ കറിയും നല്ല ചൂട് ബെറോട്ടയൊക്കെ കഴിച്ചൊരു കട്ടൻ ചായ കുടിച്ച് തണുപ്പത്ത് ഇങ്ങനെ അത് ഈ ബൊറോട്ട എന്ന് പറഞ്ഞാൽ ഈ ചുമ്മാ ഉള്ള ഈ വലിയ പോത്ത് പോലത്തെ ബെറോട്ട അല്ല. അതിങ്ങനെ ഇങ്ങനെ എടുത്തിങ്ങനെ അടിക്കും. അടിക്കുമ്പോ പൊടിയും നൂല് പോലെ ഇരിക്കും. അതിന്റെ മേളിലോട്ട് മട്ടൻ കറിയോ അല്ലെന്നുണ്ട് നാടൻ മട്ടൻ കറിയോ ഇല്ലെങ്കിൽ ബീഫ് കറിയോ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി അങ്ങോട്ട് കഴിച്ചിട്ട് തേയിലവെള്ളം, ചൂട് കട്ടൻ ചായ. അയ്യോ പാടിക്കോടാ. ഇനിയിപ്പം ഇത് പാടുമ്പോഴത്തേക്ക് തുപ്പല് തെറിക്കരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Judges ready? യെസ്. Roll please. Action. Music.
ചെല്ലാമോ കുറിമാനം നൽകി പോരാമോ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ ബൊക്കെ എടുക്കണോ? ഇല്ല, അവൻ ഇന്ന് റിലേറ്റീവ്ലി ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ഒക്കെ എടുക്കാതിരിക്കാൻ ഞാൻ അണ്ണാ ഇവൻ പാട്ട് കേട്ട സന്തോഷത്തിന് കൈതട്ടുകയല്ല, ബിസ്ക്കറ്റ് എല്ലാം കൂടെ വലിച്ചു വരുത്തുന്ന ആ പൊടിയെല്ലാം കൂടെ അത് തട്ടിക്കളഞ്ഞതാ. അല്ല, ഇവര് പാടുമ്പോ ഞാൻ നോക്കുമ്പോ ഉണ്ട് 2 കൈ കൊണ്ടും ബിസ്ക്കറ്റ്. പിന്നെ പൊറോട്ടയുടെ ഇതൊക്കെ കൊതിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ? എന്നാൽ ഇങ്ങനെ ഒരു ആക്രാന്തം ഉണ്ടോ? അണ്ണ പൊറോട്ടയും മട്ടൻ കറിയുടെ കാര്യം പറഞ്ഞാൽ നീ പോയി ബിസ്ക്കറ്റ് തിന്നെ. ബിസ്ക്കറ്റ് അപ്പുറത്തിരിക്കുന്ന എന്തോ പക്കാവടയോ എല്ലാം കൂടെ വാരി തിന്നുന്നുണ്ട്. തീർന്നോ? എന്തെങ്കിലും ആയോ? ഒരു ശമനം ആയോ? ആയി, കുഴപ്പമില്ല. അപ്പൊ അനന്യക്കുട്ടി നന്നായിട്ട് പാടി കേട്ടോ മോളെ, നന്നായിരുന്നു. ശ്രുതക്കുട്ടിയാണല്ലോ നമ്മുടെ കണ്ടസ്റ്റന്റ്. അപ്പോ ശ്രുതക്കുട്ടി പാടി. മോൾ എപ്പോഴും നോട്ട്സ് നോക്കണം. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്. ഇപ്പം ചില പർട്ടിക്കുലർ സോങ്സിന് ഇപ്പം അപ്പൊ അതെല്ലാം നോട്ട് കൃത്യമായിട്ട് പാടണം. മോള് ചിലപ്പോൾ പാടുമ്പോൾ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ പാടുമ്പോൾ ആ നോട്ടിൽ നിന്ന്
കുറച്ചും മാറിപ്പോണ്ട്. ശ്രുതി ഒന്നരാവും. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി പാടി. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ കറക്റ്റ്. അടുത്തത് ഇന്നെനിക്കൊരു ദൂതു പോകാമോ. കറക്റ്റ്. പിന്നെ എൻ്റെ ഉള്ളിൽ കണ്ടതെല്ലാം അത് പഠിക്കേ. എന്റെ ഉള്ളിൽ കണ്ടതെല്ലാം പറയാനിന്നറിയില്ല. ഇത്ര മാത്രം നോക്കിയാൽ മതി. ശ്രുതി കൃത്യമായിട്ട് ചേരണം. അപ്പൊ സെമി ഫൈനൽ ആയതുകൊണ്ട് ഒരു ശകലം ശ്രുതി പോയാലും ഞങ്ങൾ അത് മാർക്കിൽ ഇത്തിരി കുറയ്ക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പാടണം. ബി ഹാപ്പി. നമുക്ക് സന്തോഷം വേണം, നമുക്ക് എല്ലാ എൻജോയ്മെന്റും വേണം. ബട്ട് പാട്ട് പഠിക്കുമ്പോൾ അത് ശ്രുതി ചേർത്ത് പഠിക്കുക. സംഗതികൾ എവിടെ എൻഡ് ചെയ്യുന്നു നോക്കുക. എൻഡിങ് പോർഷൻസിന് ക്ലാരിറ്റി ഉണ്ടാക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇനി മുമ്പോട്ട്. അതൊന്ന് ശ്രദ്ധിച്ചു. പാട്ട് ടോട്ടലി കേൾക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. മക്കളെ, ചക്കര ബാംഗ്ലൂരെ നന്നായിരുന്നു. മക്കളെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് അത് തന്നെ. ഇപ്പൊ ഫസ്റ്റ് പല്ലവി പാടിയപ്പോൾ തന്നെ മോക്ക് ഇന്നെനിക്കൊരു ദൂത് അതൊന്നും അതിന്റെ ആ ടച്ചസ് കൃത്യമായിട്ട് കുഞ്ഞിന് കിട്ടുന്നില്ല. എന്നാൽ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ മോള് അനുപല്ലവി കഴിഞ്ഞിട്ടൊക്കെ പാടുന്നത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. എന്താ അത് കറക്റ്റ് ആയിരിക്കും. ദൂത് അതല്ല, അത് തന്നെയല്ലേ. നമ്മൾ കേട്ട് നമ്മുടെ മലയാളികൾ യൂസ്ഡ് ആയിരിക്കുകയാണ് ഈ പാട്ട്. പ്രത്യേകിച്ച് ഗാനമേളയ്ക്ക് ഓയോ കണ്ടമാനം പാടി. അപ്പം തുടക്കത്തിൽ തന്നെ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി അത് കൃത്യമായിട്ട് വന്നാലേ പറ്റൂ. ഇതുപോലുള്ള പാട്ടുകൾ ജനങ്ങളുടെ മനസ്സിലങ്ങ് പതിഞ്ഞു കിടക്കുക. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പാടിയില്ലേ കേൾക്കുന്ന എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഇത് അറിഞ്ഞൂടെ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് പാടി കൊടുക്കുക. കേട്ടോ മക്കളെ? ചക്രാസ്, ബോത്ത് ചക്രാസ് രണ്ടുപേരും ഉഗ്രനായിട്ട് പാടി. നല്ല കോർഡിനേഷൻ, നല്ല പോസിറ്റീവ് വൈബ്സ്, നന്നായിട്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും നല്ല രണ്ട് സിസ്റ്റേഴ്സ് വന്ന് നിന്ന് പാടുന്ന ഒരു ഫീൽ. ഒരേ ഒരു കോസ്റ്റ്യൂമിന് പോലെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അല്ല, അത് പ്ലാൻ ചെയ്തതാണോ? ആണല്ലേ? വാവ്, വെരി നൈസ്, വെരി നൈസ്. അതിനിടെ നിങ്ങൾ ചെയ്ത ആ ഒരു ചെറിയ സ്റ്റെപ്പുകൾ പോലും നമുക്ക് നല്ലൊരു സിസ്റ്റർഹുഡ് ഒരു ഫീല് കിട്ടി. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്രസന്റേഷൻ ഇവിടെ ഒരു ഇന്നത്തെ ഈ അല്ലേ നമ്മുടെ ഈ സീസണിൽ വന്നത്. രണ്ട് പെൺകുട്ടികൾ ഒരു സിസ്റ്റർഹുഡ് സ്റ്റൈലിൽ വന്നിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്ത് ഫസ്റ്റ് ടൈം ആയിരിക്കും. നല്ലൊരു തോട്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ. മെയിൻ എനിക്ക് കുഴപ്പം തോന്നി ഇന്നെനിക്കൊരു ദൂത് പോകാമോയിൽ തന്നെയാണ്. തുണ്ട് പല്ലവിയിലും ലാസ്റ്റ് പല്ലവിയിലൊക്കെ അവിടെ മാത്രം ഒന്ന് ഫോൾട്ടർ ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഒരു ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ. പക്ഷെ മോളുടെ ഒരു വൈബ്സും ഒരു എന്താ പാടുന്ന ഒരു രീതിയൊക്കെ വെച്ചിട്ട് അത് നമ്മൾ മനസ്സിലാക്കിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലായി. ഗോഡ് ബ്ലെസ്. നല്ല പാട്ട്, അതിമനോഹരമായിട്ട് പാടി. ഇത് രണ്ടുപേരും ചേർന്ന് ഡിവൈഡ് ചെയ്ത് പാടിയത് മോശമായില്ല. ഇത് ഒരാൾ മാത്രമേ പാടുന്നുള്ളൂ. ശരിക്കും ആ ഹമ്മിങ് മാത്രമാണ് മെയിൽ വോയിസ് പാടുന്നത്. അത് കഴിഞ്ഞ പിന്നെ ചിത്ര തന്നെ പാടുന്നതാണ്. അങ്ങനെയുള്ള പാട്ട്, അതിമനോഹരമായ പാട്ട്. ചില ഇടങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പാടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ട വരില്ല. അപ്പം അത് ശ്രദ്ധിക്കുക, വൃത്തിയായിട്ട് പാടാൻ ശ്രമിക്കുക. ഓക്കെ. ആദ്യ ഒരു പഞ്ചവർണ്ണ പൂക്കുറ്റി. ഹായ് ഹായ് മക്കളെ. എന്താ ശരത്തെ? അതാ ശരത്ത് പറയൂ. ഭാവയാമി രഘുരാമം. ശരത് രഘുരാമം. ശരത് രാഹുൽ രാജോ ഒന്ന് പാടിക്കേ, ആ കീർത്തനം ഒന്ന് പാടിക്കേ. ഭാവയാമി രഘുരാമം ഭൗര്യ സുഗുണാരാമം. ഭാവയാമി രഘുരാമം ഭൗര്യ സുഗുണാരാമം. ലവ് യു. ഇതാരാന്നറിയോ? മ്യൂസിക് ഡയറക്ടർ. അത് മനസ്സിലായി. പേര് പറ. വിദ്യാധരൻ മാസ്റ്റർ. നമസ്കാരം.
ഉമ്മയും തന്നു. അച്ചടാ. എന്ത് പാട്ടാന്നറിയോ? ഇല്ല. പറഞ്ഞു. ഞങ്ങൾ പാടിയ പാട്ട് അണ്ണാ കിൽ പമ്പ അതല്ലേ? അതാണ്. എനിക്കൊന്ന് നാദരൂപിണിയാണോ ഇനി? പക്ഷേ സംഗതിയെ കാണാം. നാദരൂപിണി ശങ്കരി പാഹിമാ. എനിക്ക് പറ ഏതാ? മറന്നോ? മറന്നു. ഞങ്ങളെ ചിത്രാമ്മയും പാടിയതാ. ഓ, അത് ഇഷ്ടം പോലെ എന്റെ പാട്ടുണ്ടെണ്ണ. യാമങ്ങൾ മെല്ലെ ചൊല്ലും ഗായത്രി മന്ത്രം നീയല്ലോ. അമ്പലപ്പുഴേ അതല്ല. ഒരു വല്ലം പൊന്നും പൂവും അതാണോ? അതല്ല ഷട്ടം. എങ്കിൽ പറ ഏതാന്ന്. തങ്കത്തിങ്കൾ കിളിയായി കൂടുക. ഓഹോ, അടിപൊളി പാട്ട്. ഓ വിദ്യാസാഗർ വേറെ ലെവല്. ആഹാ. അപ്പൊ അത് ഡിവറ്റ് അല്ലേ? അതാരാ കൂടെ പാടുന്നേ? കൂടെ ആരുമില്ല. ഒറ്റയ്ക്ക് ഇന്ന് പാടാൻ പോവാണോ? ഒരു കൊച്ചുകുട്ടിയുടെ ഗ്രൂപ്പ് സോങ്. അപ്പൊ അതിനിടയ്ക്കുള്ള ഹമ്മിങ്ങോ അതാര് പാടും? കോറസ് പാടും. കോറസ് പാടും. ആണോ? ഓക്കേ. എന്നാ പെട്ടെന്ന് കോറസിനെ വിളിക്കാം. നോക്കാല്ലേ? കോറസ് ഇവിടെ വന്നേ. ഒരു കാര്യം പറയാം. അയ്യോ. നിങ്ങള് കോറസ് പാടണം, പക്ഷെ നന്നായി പാടണം, പക്ഷെ കോളായി പാടരുത്. കോളായിയോ? കൊളായി പാടണം. കോളമായി. കേക്കാൻ പറ്റില്ലല്ലേ? പറ്റുന്നില്ല മോളെ, വയസ്സായി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ്. ശരത്തെ ഓൾ ദി ബെസ്റ്റ്. ചേർത്തങ്ങളെ എന്താ മൈക്കെല്ലാവരും പിടിക്കൂ. ആക്ഷൻ മ്യൂസിക്. ലാസ്റ്റ് കോറസ് നന്നായി എല്ലാവരും പറയണം. എല്ലാരും പറയണം അല്ലേ? കോറസ് നന്നായിരുന്നു എന്ന് പറയണോ? അപ്പൊ മോള് ബോറായിട്ടാണോ പാടാൻ പോകുന്നത്? കോറസ് നന്നായി പാടണേ. വെള്ളം വേണോ കുഞ്ഞുമാവയ്ക്ക്? വേണ്ട. ശരി, പിടിക്കേറ്റ് പാടൂ കേട്ടോ. ഓക്കേ. ഓക്കെ, കോറസ് റെഡി? യെസ്. റെഡി? ജഡ്ജസ് റെഡി? സൈലൻസ്, ടേക്ക്, യെസ്. റോൾ, ആക്ഷൻ, മ്യൂസിക് പ്ലീസ്. തങ്കത്തിങ്കൾ
സൂപ്പർ. എനിക്ക് നിന്ന് കൈയടിച്ചോ. ജഡ്ജസ് കമന്റ് പറഞ്ഞോളൂ. അത് പറയാം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം 5 വയസ്സ് തികഞ്ഞ ഒരു കുട്ടി ഈ പാട്ട് ഒരു യുഗ്മഗാനം മുഴുവനായിട്ട് അസാധ്യമായിട്ട് പാടി മോളെ. വാക്കുകളൊന്നുമില്ല പറയാൻ. കാരണം പെർഫെക്ഷൻ്റെ കാര്യം നോക്കിയാൽ അതൊക്കെ നോക്കരുത്. കാരണം ആ പ്രായത്തിൽ ഇതിൻ്റെ നോട്ട്സ് ഏകദേശം കുറേ സ്ഥലങ്ങളൊക്കെ വളരെ ടഫായിട്ടുള്ളതൊക്കെ കൊണ്ട് കറക്റ്റായിട്ട് ലാൻഡിങ്ങും ഇടയ്ക്കൊരു സംഗതി ഇല്ലേ, അതൊരു ഒറ്റ കീച്ചത്. സാന്ദ്രമാം നാദം. സാന്ദ്രമാം നാദം ചിത്രമ്മ പാടിയത്. ആയിക്കോട്ടെ, എന്നാലും പാടിയല്ലോ. അതൊന്നും പാടി കേക്കട്ടെ. സാന്ദ്രമാം നാദം ഒരു രക്ഷയില്ല മോളെ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഹാറ്റ്സ് ഓഫ് ടു യു. 1996 ഇന്ദ്രപ്രസം എന്ന ഒരു പടത്തിന് വേണ്ടി പാടിയൊരു പാട്ടാണ്. വലിയ ആൾക്കാർ പാടിയാൽ ഇത്ര നന്നാവില്ല. അതെ മോളെ, ഇത് മതി. മാഷ് പറഞ്ഞ് ഇത്രയും മതി. വലിയ ആൾക്കാർ പാടിയാൽ ഇത്രയും നന്നാവില്ല. ഇപ്പം ഞാനൊക്കെ പാടിയാൽ തന്നെ ചിലപ്പോൾ ഒത്തുന്നേ ഉള്ളൂ. മോള് ഇത്രയും 5 വയസ്സിൽ ഒരു പേടിയില്ലാതെ ഇത്രയും പാടണമെങ്കിൽ 15 വയസ്സിലോ 20 വയസ്സിലോ എന്തായിരിക്കും? യു വിൽ ഡെഫിനറ്റ്ലി ബിക്കം എ ഗ്രേറ്റ് സിംഗർ. വലിയ പാട്ടുകാരിയായിട്ട് മാറും. ഓൾ ദ ബെസ്റ്റ്. സൂപ്പറായിട്ട് പാടിയതാ. ആ സംഗതി കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു. ഞാൻ ഇവിടുത്തെ തെറിച്ച് മേളിൽ പോയി. അത് പൊത്തോന്ന് നിലത്ത് വീണു. അപ്പോഴും ഇവിടെ ഒരാൾ ഇന്ന് പാടുന്നുണ്ട്. കൊച്ചേ, നീ ഇതെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതാ ലവ് യു മുത്തേ. ചക്കരേ മൊത്തം തെറ്റായിരുന്നല്ലോ. അനുപല്ലവിയിൽ ഒരു സംഗതി തീരെ ശരിയായില്ല. അതെ, ഉള്ളിനുള്ളിൽ പ്രണയസരോദിൻ സാന്ദ്രമാം നാദം. അതിൽ മൃഗ വർക്കൗട്ട് ആയിട്ടില്ല. ടോപ്സിംഗറിലൊക്കെ ഇങ്ങനെ പാടുമ്പോ മൃഗ ശരിയായില്ലെങ്കിൽ മൃഗേശ്വരനാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ശരിയാവില്ല. അത് ശരിയാക്കിട്ട് പോയാൽ മതി. ഉള്ളിനുള്ളിൽ പ്രണയസരോദിൻ സാന്ദ്രമാം നാദം. ഒന്നുകൂടെ ഉള്ളിനുള്ളിൽ പ്രണയസരോദിൻ സാന്ദ്രമാം നാദം. ഇപ്പോഴാണ് ശരിയായത്. ഇപ്പൊ ശരിയായി കേട്ടാ. ഐ ലവ് യു. ഗംഭീരായിട്ട് പാടാട്ടോ, നന്നായിട്ട് വരും. അസലായിട്ട് പാടി മോള്. ഈ സമയത്ത് ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ പാടുമ്പോഴേ എടുക്കേണ്ട സമയവും താളവും ഈ ശ്രുതിയിൽ നിന്നൊക്കെ മാറാണ്ട് ഇങ്ങനെ ഏകദേശമൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന മോള് സഞ്ചരിക്കുന്നുണ്ട്. ഇത് മതി. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടും മനസ്സിലാവും. അസലായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി വരും കേട്ടോ. ഒരുപാട് വലിയ ഉയരങ്ങളിൽ വരാവുന്നൊരു കുട്ടിയാണ്. നന്നായിട്ട് വരും കേട്ടോ. താങ്ക് യു. അപ്പൊ മാർക്കാണോ വേണ്ടത് അതോ സ്റ്റാർ ആണോ? താങ്ക് യു. ഭാവയം ഈ കുട്ടിക്ക് മാർക്ക് 100/100. ആ തലകുത്തി നിർത്താവളെ. അങ്ങനെ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കൂ. തൽക്കാലം ഇത് മതിയാകും. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. വസന്ത വിരുന്നിലെ മിടുക്കം പാട്ടുകാരൻ മിലൻ. വെൽക്കം മിൽക്ക് ഓൺ സ്റ്റേജ്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിലൻ. അപ്പം ഞാനിന്ന് സെമിഫൈനലിലെ ഫസ്റ്റത്തെ സോങ്ങാണ് ഞാൻ പാടാൻ പോകണം. അപ്പം ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. വളരെ സന്തോഷമുണ്ട് ഇവിടം വരെ എത്തിയതിൽ. ടോപ്പ് സിംഗറിൽ വരുന്ന മുമ്പ് എനിക്ക് പാട്ടുകൾ അറിയായിരുന്നു, പക്ഷേ അത് എൻ്റെ ശൈലിക്കായിരുന്നു ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോപ്പ് സിംഗറിൽ വന്നിട്ട് ഇവിടുത്തെ ജഡ്ജസിൻ്റെയും
ഗ്രൂമേഴ്സിൻ്റെ ഒക്കെ കമൻസും അവർ പറഞ്ഞ ഓരോ പാട്ടിന് ഇങ്ങനെ എക്സ്പ്രഷൻ ഇന്ന ഫീൽ അവിടെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ പാട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും തുടങ്ങി, ഫീൽ കൊടുക്കാനും പിന്നെ ഗ്രൂമേഴ്സും ജഡ്ജസും പറയണതൊക്കെ കേട്ട് ഇമ്പ്രൂവ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇനിയും എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കാം. ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ല നല്ല പഴയ പാട്ടുകൾ പാടും. അപ്പോൾ എല്ലാവരും എൻ്റെ പാട്ടുകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം. നിൽക്കൂ. എന്തോ ഏത് പാട്ടാണ്? ആവണിപ്പൊന്നു ഞാൻ അടിക്കണം. വെരി ഗുഡ്. വേണി ഇഗ്നീഷ്യസ്, രമേശ് നായർ, MG ശ്രീകുമാർ, പിന്നെ ചിത്രയുണ്ട്, രണ്ടുപേരും ഉണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. ഓൾ ദി ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. ആവണിപ്പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ. ആക്ഷൻ മ്യൂസിക് പ്ലീസ്. ആവണിപ്പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ. പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു, പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീ എൻ പൂത്തുമ്പിയായി. ആവണിപ്പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ.
മിൽക്കു എന്തോ മനോഹരമായിട്ട് പാടിയോ. താങ്ക് യു സർ. ഈ പാട്ട് പാടി ഒപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അതിന്റെ വലിയൊരു രസം മോൻ ടെലികാസ്റ്റ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കണേ. വന്നല്ലോ നീയൻ പൂത്തുമ്പിയായി, അത് പല്ലവിയിലെ ലാസ്റ്റ് ലൈൻ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. പക്ഷെ അവസാനം അതിനെ എടുത്ത് ദൂരെ കളഞ്ഞു. അതുവരെ വിചാരിച്ചിരുന്നതിന് ആ സെയിം ലൈൻ മോൻ അവിടെ വന്നപ്പോഴത്തേക്ക് വന്നല്ലോ അങ്ങ് പോയി, വന്നില്ല. അല്ല ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് പറയാണ്. കാരണം അത് ആദ്യം ഞാൻ ആഹാ എന്ന് പറഞ്ഞു, അവസാനം അയ്യോ എന്നും. അപ്പൊ മോന്റെ പാട്ടിൽ മൊത്തത്തിൽ നോക്കുമ്പോഴേ ഒരുപാട് സ്ഥലങ്ങൾ ആസാദ്യമായിട്ട് പാടി. വളരെ കുറച്ച് സ്ഥലങ്ങൾ ഈ ലാസ്റ്റിൽ എൻഡ് ചെയ്തില്ലേ, അതൊക്കെ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ എൻഡ് ചെയ്യണം. പിന്നീട് പിന്നെ വേഴാമ്പലായി നിന്നടകാത്തു, അതൊക്കെ ചെറിയൊരു പ്രശ്നം. പിന്നെ മെയിനായിട്ട് വന്നത് ചരണത്തില് നിൻമനസ് വിളക്ക് വെച്ച്, അതൊന്ന് പാടിക്കാൻ പറ്റും. എല്ലാം അറിയാം നിനക്ക്. ഓക്കെ, ഇത് മറ്റടുത്ത് പാടിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നീരാടാൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. ബട്ട് ടോട്ടലായിട്ട് നോക്കുമ്പം ഒരുപാട് എഫേർട്ട് മിൽക്കു ഈ പാട്ടിന്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഇത് അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഈ ചെറിയ സംഗതികളൊക്കെ ഉണ്ട്, അതൊക്കെ മനോഹരമായിട്ട് പാടി, സാധ്യമായിട്ട് പാടി. ഒരുപാട് എഫേർട്ട് യു ഹാവ് പുട്ട്, ഒരു ലോഡ് ഓഫ് എഫേർട്ട് ഫോർ സ്റ്റഡിങ് ദിസ് സോങ്. അതിന് ഞാനൊരു വലിയ കൈയടി. ഓൾ ദ ബെസ്റ്റ്. നല്ല രസമുള്ള ഒരു പാട്ട് മക്കളെ ഉഗ്രായിട്ട് പാടിയതാ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഉഗ്രായിട്ട് പാടി. പിന്നെ ഇവിടെ ശരിയാണെങ്കിൽ നീ അപ്പുറത്തെ സ്ഥലത്ത് പാടുമ്പോൾ അതിന് ചെറിയ തോതിൽ ഒന്ന് തെറ്റിക്കും. നിർബന്ധം പിടിച്ച് അങ്ങ് ചെയ്യാതെ അതെന്തിനാന്ന് അറിഞ്ഞൂടാ. പാതിരാമുല്ലകൾ ആ ബൃഹയൊക്കെ നല്ല പളുങ്ക് പോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആഹാ, നമ്മളെല്ലാരും എന്താ പറയണ്ടേ സന്തോഷിച്ചു ആ ഒരു ഏരിയ വന്ന മക്കള്. പിന്നെ ലാസ്റ്റ് നിർത്തിയത് ഇപ്പോഴും ശരത്തങ്ങളുടെ കേട്ടിട്ടില്ല. എനിക്കും കേട്ടില്ല. എന്നാ നമുക്ക് കേൾപ്പിക്കാം. അതെ, നമുക്ക് എല്ലാവരും കൂടെ കേൾപ്പിക്കാതെ. ആവണി പൊന്നുഞ്ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ 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 വെണ്ണിലാവേ. ഇതായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു കൊച്ചു മറന്നു പോയിട്ട് അവസാനം മാത്രം പാടുക. സൂപ്പർ ആയിരുന്നു മക്കളെ. മിൽക്കു ഒരു 90-95% നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്. റിതം ബേസ്ഡ് ആണ്, പക്ഷെ അതേസമയം നല്ല മെലഡി ഉണ്ട്. കുറേ ചെറിയ സംഗതി ന്യൂവൻസസ് ഉള്ള പാട്ടാണ്. യു ഹാവ് ലേൺഡ് എവറിത്തിങ് എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. ഗോഡ് ബ്ലെസ് മാൻ. എന്തായാലും നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. സംഗതികളൊക്കെ പൊടി പ്രകാശമൊക്കെ അതിഗംഭീരമായിട്ട് പാടുന്നു. വലിയ ലക്ഷണമൊക്കെ. ഭാവിയിലേക്ക് നല്ല പാട്ടുകാരനാകാനുള്ള എല്ലാവിധ കാര്യങ്ങളും മോനിലുണ്ട്. അത് വേണ്ടതുപോലെ പരിചരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരണം. തെറ്റുകൾ ഈ പറഞ്ഞ് മനസ്സിലാക്കിയ ഭാഗങ്ങളൊക്കെ കേൾപ്പിക്കാനും ശ്രദ്ധിക്കണം. ഓരോ ലാൻഡിങ്ങായി എന്താണ് വരുന്നത് അത് മുഴുവൻ അക്ഷരങ്ങൾ കേൾപ്പിക്കുക, എവിടെയാണ് നിർത്തുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പാടാൻ ശ്രമിക്കുക. നല്ല പാട്ട് അതിമനോഹരമായിട്ട് മോൻ പാടി. നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. ആ കാര്യമൊക്കെ ഇത്രയും പാടുന്ന ആൾക്ക് തിരുത്താൻ പറ്റുമല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ശ്രദ്ധിക്കുക, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പാട്ടുകൾ പാടി ശീലിച്ച് മിടുക്കനായിട്ട് വരിക കേട്ടോ. ഓക്കെ മിൽക്കു, താങ്ക് യു. അപ്പൊ മിൽക്കു, അടുത്ത പാട്ട് ഇതിലും ഗംഭീരമാകട്ടെ. ആദ്യ രാവണിപ്പൂക്കുറ്റി. താങ്ക് യു. താങ്ക് യു. താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഓഡിയൻസ് ചോയ്സ് ഉള്ള സമയമാണ്. ഓഡിയൻസ് ആരാ വരുന്നേ? ചേച്ചി വെൽക്കം. വാ. ഹലോ ചേച്ചി, പേര്? വിജില. വിജില ചേച്ചി. പിണറായിയാണ്. ഞാൻ നന്മ എന്ന സംഘടനയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആണ്. അതുപോലെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു അംഗം കൂടിയാണ്. ഇപ്പോഴും ടോപ്പ് സിംഗർ കാണാറുണ്ട്. എല്ലാവരും അറിയാം, പ്രത്യേകം പേര് പറയേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഞാൻ പറയുകയായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ ഇത്രയും എഫേർട്ടിന്റെ ഫലമാണ്. നമ്മൾ ഈ 1 മണിക്കൂർ കാണുമ്പോൾ നമുക്കിത് ഇത്രയും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളത് കണ്ട് ആസ്വദിക്കുന്നു, നന്നായിട്ട് പാടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു നിങ്ങളോടുള്ള ഇഷ്ടം. പക്ഷെ ഇത്രയും പേര് ഇവരെ എന്താ പറയുക, അഭിനന്ദിക്കാതെ വയ്യ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ വേദി ഒരുക്കി തന്നതിന്.
താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അനന്യ കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ. കേൾക്കാം അല്ലേ? വിളിക്കട്ടെ ഞാനൊന്ന്, Okay. നേരിട്ട് കാണണ്ടേ? ശരി. ഓക്കെ, അനന്യ കുട്ടി വെൽക്കം. മോളെ പാട്ട് ഒരുപാട് ഞാൻ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. വളരെ വളരെ എന്താ പറയാ, അഭിനന്ദനങ്ങൾ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും. ഓക്കെ, അന്നൂസിന്റെ ശരിക്കും നാട് കണ്ണൂരല്ലേ? അതെ. അപ്പൊ ആ ഒരു സ്നേഹവും കൂടി ഉണ്ട്. Thank you. എല്ലാവർക്കും. താങ്ക് യു, താങ്ക് യു. മരം കുളിരണ മകരമാസ പെണ്ണി മലയിറങ്ങി പുഴയിൽ മുങ്ങിവ കുഞ്ഞു നെഞ്ചിലെ കൊയിലുറങ്ങണ കുളിരു വിളിക്കും കാറ്റേ കൂവളത്തിനു കണ്ണു പുത്താൻ വാ കണ്ണൻ വന്നിട്ടും നേരം കണ്ണിൽ കടലിന്റെ താളം ഇടവാം പൈന്റെ പാലോ മധുര പൂന്തേ മരം കുളിരണ മകരമാസ പെണ്ണി മലയിറങ്ങി പുഴയിൽ മുങ്ങിവ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിളിക്കും കാറ്റേ കൂവളത്തിനു കണ്ണു പൊത്താൻ വാ മരം കുളിരണ മകരമാസ പെണ്ണി മലയിറങ്ങി പുഴയിൽ മുങ്ങിവ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിളിക്കും കാറ്റേ കൂവളത്തിനു കണ്ണു പൊത്താൻ വാ വരച്ച് പുണ്യം കമാരത്തിനു സിന്ദൂരം തന്നു നിലമുകൾ മുടി അണിഞ്ഞ് ബാലസുര കുരു തെളിഞ്ഞ് തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു അണിയണിയായി അറിയുന്ന കൂട്ടം ഈ കാറ്റുമട്ടിൽ നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിറനിറയായി പയ്യുകളെല്ലാം ആ കാമുകന്റെ കുഴൽ വിളിക്കാതോർത്തു നിൽക്കുമ്പോൾ ഇനിയും അവൻ മകനിന്റെ മരം കുളിരണ മകരമാസ പെണ്ണി മഴയിറങ്ങി പുഴയിൽ മുങ്ങിവ കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിളിക്കും കാറ്റേ കൂവളത്തിനു കണ്ണു പൊത്താൻ വാ കണ്ണൻ വന്നിട്ടും നേരം കണ്ണിൽ കടലിന്റെ താളം ഇടവാം പൈന്റെ പാലോ മധുര പൂന്തേ കാത്തിരിക്കും നെഞ്ച് മഞ്ഞു പേണ മരം കുളിരണ മകരമാസ പെണ്ണി മലയിലങ്ങി പുഴയിൽ മുങ്ങിവ
സിംഗർ സെമി ഫൈനലിന്റെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്റർ, ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂടെ വന്നതിലും ഇവിടെ ഇരുന്നതിലും എല്ലാവരോടും സ്നേഹമായിട്ട് സംസാരിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു മകളെ. അപ്പോൾ നമ്മുടെ ടോപ്പ് സിംഗർ സെമി ഫൈനലിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വാശിയേറിയ പോരാട്ടങ്ങളുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ, സീ യു.